ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSC ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിതാ അടുത്തൊരു ക്ലാസ് ആയിട്ട് എത്തിയിരിക്കുകയാണ്. മലയാളത്തിലത്തെ ഒറ്റപ്പദമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ചെയ്യാൻ പോകുന്നത്. കാരണം മലയാളം തീർക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ലക്ഷ്യം. ഓക്കെ, ഒറ്റപ്പദം. ഒറ്റപ്പദത്തിന് 110 വാക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നോക്കൂ, ഒരു വലിയ ഭാഗം നമ്മൾ ഒറ്റപ്പദവുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് ഒറ്റപ്പദങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ അത് തീർത്താലാണ് മലയാളത്തിലെ 10 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ 111ാമത്തെ വാക്കിലേക്ക് കടക്കുകയാണ്. റെഡി അല്ലേ എല്ലാവരും? എല്ലാവരും റെഡിയാണ്. നിങ്ങൾ ആലോചിക്കുക, ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരും. എല്ലാവരും തകൃതിയായിട്ട് പഠനം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പഠിക്കാൻ തുടങ്ങാത്തവര് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റത്തെ ഇന്നത്തെ ആദ്യത്തെ വേർഡ് 111ാമത്തെ വേർഡ് നമ്മൾ പഠിക്കാൻ പോകുന്നു. മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ. എന്താ അതിന് പറയാ? മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ. മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ. അതിന് നമ്മൾ എന്താ പറയാ? യാഥാസ്ഥിതികൻ. യാഥാസ്ഥിതികനാണ് മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ. ക്ലിയർ? നെക്സ്റ്റ്, ഋജുവായ ഭാവം. എന്താണ് ഋജുവായ ഭാവം? ഋജുവായ ഭാവം, ഇതിന്റെ ഒറ്റപ്പദം എന്താണ്? ഋജുവായ ഭാവത്തിന്റെ ഋജുവായ ഭാവമാണ് ആർജവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഋജുവായ ഭാവം ആർജവം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, നാമമില്ലാത്തവൾ. നാമമില്ലാത്തവൾ. എന്താണ് നാമമില്ലാത്തവളെ നമ്മൾ എന്താ പറയാ? നാമമില്ലാത്തവള് അനാമികയാണ് കേട്ടോ. നാമമില്ലാത്തവൾ അനാമിക. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നെക്സ്റ്റ്, സാരം ഗ്രഹിച്ചവൻ. സാരം ഗ്രഹിച്ചവനെ നമ്മൾ എന്താ പറയാ? ഗ്രഹിച്ചവൻ. സാരം ഗ്രഹിച്ചവനെ നമ്മള് സാരഗ്രാഹി എന്നാണ് പറയാ. സാരഗ്രാഹി. ക്ലിയർ? നെക്സ്റ്റ്, സമുദ്രം മുതൽ ഹിമാലയം വരെ. എന്താ പറയാ? സമുദ്രം മുതൽ ഹിമാലയം. ഹിമാലയം വരെ. ഒന്ന് പറഞ്ഞു നോക്കൂ. സമുദ്രം മുതൽ ഹിമാലയം വരെ. അതിനെന്ത് പറയാം നമുക്ക് ഒറ്റപ്പദം? ആ സേതു ഹിമാലയം. സേതു എന്ന് പറഞ്ഞാൽ സമുദ്രം അല്ലേ? അപ്പോ ആ സേതു ഹിമാലയം. ഓക്കെ, ആ സേതു ഹിമാലയം എന്നാണ് സമുദ്രം മുതൽ ഹിമാലയം വരെ എന്നുള്ളതിന് പറയാം. അപ്പൊ അത്രയും വാക്ക് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ്, 116ാമത്തെ വാക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ്? നിമിഷത്തെ സംബന്ധിച്ചത്. നിമിഷത്തെ സംബന്ധിച്ചത്. നിമിഷത്തെ സംബന്ധിക്കുന്നത്. അതിനെന്താ പറയാ? നിമിഷത്തെ സംബന്ധിക്കുന്നതാണ് നൈമിഷികം. ഓക്കെ, നൈമിഷികം. നിമിഷത്തെ സംബന്ധിക്കുന്നത് നൈമിഷികമാണ്. നെക്സ്റ്റ്, എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥ. അങ്ങനത്തെ അവസ്ഥ എപ്പോഴും പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലെ? എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥ കേട്ടോ. അതിന് നമ്മൾ എന്താ പറയേണ്ടത്? അവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥയാണ്. അതിനെ നമ്മൾ ഇതി കർത്തവ്യതാമൂഢത്വം എന്നാണ് പറയാ. ഇതി കർത്തവ്യതാമൂഢത്വം. ഇതി കർത്തവ്യതാമൂഢത്വം. ഇതിൽ നമ്മൾ ഒറ്റപ്പദം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഒറ്റപ്പദങ്ങളില്ലേ അതൊക്കെ ഒന്ന് എഴുതി പഠിക്കട്ടോ. പദശുദ്ധിയിൽ നമുക്ക് ആവശ്യം വരും. അതായത് ഏത് പഠിക്കുമ്പോഴും മലയാളത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കത് പിന്നെയും ആവശ്യം വരുമെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ആനന്ദം കണ്ടെത്തുന്ന അവസ്ഥ. എന്താണ്? ആനന്ദം കണ്ടെത്തുന്ന അവസ്ഥ. അതിനെ നമ്മൾ എന്താ പറയാ? പരപീഡന രതി എന്നാണ് കേട്ടോ പറയാ. എന്താണ്? പരപീഡന രതി. ഓക്കെ, പരപീഡന രതി. അപ്പൊ നോക്കൂ, നമ്മൾ 118 മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ, യാഥാസ്ഥിതികൻ, ഋജുവായ ഭാവം ആർജവം, നാമമില്ലാത്തവൾ അനാമിക,
സാരം ഗ്രഹിച്ചവൻ സാരഗ്രാഹി, സമുദ്രം മുതൽ ഹിമാലയം വരെ ആ സേതു ഹിമാലയം, നിമിഷത്തെ സംബന്ധിക്കുന്നത് നൈമിഷികം, എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥേനെ നമ്മൾ എന്തു പറയും? ഇതി കർത്തവ്യഥാ മൂഢത്വം. ക്ലിയർ? ആനന്ദം കണ്ടെത്തുന്ന അവസ്ഥയാണ് പരപീഡന രതി. അത്രയും ഭാഗം നിങ്ങൾ പഠിച്ചില്ലേ? പഠിച്ചു. ഇതൊന്നും കൂടി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ലേ? ഓർമ്മ ഉണ്ടാവും. ഒരു 2 or 3 തവണ അത് കേട്ടാ പിന്നെ നമുക്ക് ഓപ്ഷൻ കണ്ടാലെങ്കിലും നമുക്കത് ഓർത്തെടുക്കാൻ പറ്റും. പക്ഷെ 1-2 തവണ നമ്മൾ ഇതിലൂടെ പോകേണ്ടതുണ്ട്. അത് കമ്പൽസറി ആണ് കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടില്ലേ. നെക്സ്റ്റ് 119 വാക്കിലേക്കാണ് പോകുന്നത്. സർവവും ന്യസിച്ചവൻ. ആരായിരിക്കും സർവവും ന്യസിച്ചവൻ? സർവവും ന്യസിച്ചവൻ. സർവവും ന്യസിച്ചവനെ നമ്മൾ എന്ത് പറയും? സന്യാസി എന്നാണ് കേട്ടോ പറയാ. അപ്പൊ എല്ലാം ന്യസിച്ചവനെ നമ്മൾ എന്താണ്? സന്യാസി എന്നാണ് പറയാ. 120ലേക്ക് കടക്കുകയാണ്. പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത്. പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത്. എന്താണോ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത്? ഇതൊക്കെ അറിയുന്നുണ്ടാവും അല്ലെ? പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നതാണ് പ്രാപഞ്ചികം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് പ്രാപഞ്ചികമാണ്. ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ എന്താണ് അതിന് പറയാ? ബാലന്മാർ, സോറി ഒരു അക്ഷരം പോയി. ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ. വൃദ്ധന്മാർ വരെ അതിനെ നമ്മൾ എന്ത് പറയും? നേരത്തെ ആ സേതു ഹിമാലയം എന്ന് പറഞ്ഞ പോലെ തന്നെ ആഭാലവൃന്ദം. ആഭാലവൃന്ദം എന്നാണ് പറയാട്ടോ. ആഭാലവൃന്ദം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നെക്സ്റ്റ് സ്വന്തം ഇച്ഛ. സ്വന്തം ഇച്ഛ ഇതിനെന്താ പറയാ? സ്വന്തം ഇച്ഛേനെ നമ്മള് സ്വേച്ഛ എന്നാണ് പറയാ. സ്വന്തം ഇച്ഛയാവുമ്പോ അത് സ്വേച്ഛയാണ്. ക്ലിയർ? താനെന്നുള്ള ഭാവം. താനെന്നുള്ള ഭാവം ഭൂരിഭാഗം ആളുകൾക്കുള്ള സാധനമാണ്. അപ്പൊ ഈ താനെന്നുള്ള ഭാവത്തിന് നമ്മൾ എന്താ പറയേണ്ടത്? അഹംഭാവം എന്നാണ് കേട്ടോ പറയേണ്ടത്. അപ്പൊ അത് വേണ്ട. ഓക്കെ, താനെന്നുള്ള ഭാവം അഹംഭാവം. നെക്സ്റ്റ് ലാഭത്തോടുള്ള ആഗ്രഹം. ലാഭത്തോടുള്ള ആഗ്രഹത്തിന് നമ്മൾ എന്താ പറയാ? ലാഭേച്ഛ. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. ലാഭത്തോടുള്ള ആഗ്രഹം ലാഭേച്ഛ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ആകാശത്തെ ഭേദിക്കുന്നത്. ആകാശത്തെ ഭേദിക്കുന്നത്. ആകാശത്തെ ഭേദിക്കുന്നതിന് എന്താ പറയാ? ആകാശഭേദി. ഇതൊക്കെ കിട്ടും അല്ലെ? ആകാശഭേദി. ക്ലിയർ? നെക്സ്റ്റ് ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത്. അതിനെന്താടോ പറയാ? ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത്. ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് എന്താ? അന്തർലീനം അല്ലെ? അന്തർലീനമാണ്. ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് അന്തർലീനം. നെക്സ്റ്റ് പുത്രന്റെ പുത്രൻ. പഠിച്ചു വെക്കണം കേട്ടോ. പുത്രന്റെ പുത്രൻ. പുത്രന്റെ പുത്രനെ നമ്മൾ എന്താ പറയാ? പുത്രന്റെ പുത്രൻ പൗത്രനാണ്. പുത്രന്റെ പുത്രൻ എന്താണ്? പൗത്രനാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ. സർവവും ന്യസിച്ചവൻ സന്യാസി. പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് പ്രാപഞ്ചികം. ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ ആഭാലവൃന്ദം. സ്വന്തം ഇച്ഛ സ്വേച്ഛ. താനെന്നുള്ള ഭാവം അഹംഭാവം. ലാഭത്തോടുള്ള ആഗ്രഹം ലാഭേച്ഛ. ആകാശത്തെ ഭേദിക്കുന്നത് ആകാശഭേദി. ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് അന്തർലീനം. പുത്രന്റെ പുത്രൻ പൗത്രൻ. അപ്പൊ എത്ര എണ്ണം പഠിച്ചടോ? 127. 127 നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? 500 ആക്കണോ നമുക്ക്? 500 നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് മാർക്ക് പോവില്ല. ഷുവറാണ്.
നിങ്ങൾ ആലോചിച്ചൊക്കെ ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗമാണ്, അതായത് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ മലയാളമാണ്. മലയാളം പഠിച്ചാല് അതിന്ന് മാറ്റമൊന്നും ഉണ്ടാവില്ല, അത്ര തന്നെ പഠിക്കേണ്ടതുള്ളൂ, അതിന് കുറച്ച് ടൈമും മതി അല്ലെ. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും. പകരം ഒരു ഹിസ്റ്ററിയോ ജോഗ്രഫിയോ ഒക്കെ ആണെങ്കിൽ എന്തോരം കാര്യങ്ങൾ പഠിച്ചു വെക്കണം. പക്ഷെ അതന്നെ ചോദിക്കുവോ? അതും പറയാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നാലും കുറെയൊക്കെ അതന്നെ ചോദിക്കാം, പക്ഷെ കറണ്ട് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് വളരെ ഡെപ്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പോസിബിൾ അല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇംഗ്ലീഷ്, മലയാളം, മാത്സ് പോലുള്ള ടോപ്പിക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് മാത്രമല്ല, നമുക്ക് എക്സാം ഹാളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കയറി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മലയാളം, ഇംഗ്ലീഷും മാത്സും പഠിച്ചാൽ മതിയായിരുന്നു. കാരണം അത് നമ്മൾ നന്നായി പഠിച്ച് 50 മാർക്ക് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു 10ഓ 20ഓ മാർക്ക് മതി, അതൊക്കെ എന്തായാലും നമുക്ക് കിട്ടും. മാത്രല്ല നമ്മൾ 50 മാർക്കിനുള്ള മലയാളവും ഇംഗ്ലീഷും മാത്സും കോൺഫിഡന്റ് ആയിട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ളത് നമുക്ക് അറിയാത്ത ഉത്തരം വേണമെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ നല്ല കോൺഫിഡന്റ് ആവും ആ എക്സാം ഹാളിൽ ഇരുന്നിട്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷും മലയാളവും മാത്സും ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്ലസ് കറണ്ട് അഫയേഴ്സ് നോക്കുക, പിന്നെ അല്ലറ ചില്ലറ GK ഒക്കെ ഇങ്ങനെ പഠിച്ചു പോവാ. നോട്ടിഫിക്കേഷൻ വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ തകൃതിയായിട്ട് പഠിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നെക്സ്റ്റ്, പുത്രന്റെ പുത്രനെയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. എന്താണ്? പൗത്രൻ എന്ന് പറഞ്ഞു. ഇനി സഹോദരിയുടെ മകളാണെങ്കിലോ? സഹോദരിയുടെ മകളെ നമ്മൾ എന്താടോ പറയാ? ഭാഗിനേയാണ്. ഓക്കെ, അപ്പൊ സഹോദരിയുടെ മകള് ഭാഗ്യമുള്ളതാണ് അല്ലെ. അപ്പൊ സഹോദരിയുടെ മകള് ഭാഗിനേയാണ്. എന്നാ മകളുടെ ഭർത്താവോ? മകളുടെ ഭർത്താവിനെ നമ്മൾ എന്ത് പറയും? മകളുടെ ഭർത്താവിനെ നമ്മള് എന്ത് പറയും? ജാമാതാവ് എന്നാണ് പറയാ ട്ടാ. ജാമാതാവ്. മകളുടെ ഭർത്താവ് ആരാണ്? ജാമാതാവ്. നെക്സ്റ്റ്, പുത്രന്റെ പുത്രൻ നേരത്തെ നമ്മൾ കണ്ടു. ഇനി പുത്രന്റെ പുത്രൻ ആരായിരുന്നു? പൗത്രൻ. അപ്പൊ പുത്രന്റെ പുത്രി ആരാവും? പൗത്രിയാവും. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, ഇനി ഭാര്യയുടെ പിതാവിന് എന്താ പറയാ? ശൂരൻ എന്നാണ് പറയാ. ഭാര്യയുടെ പിതാവിന് എന്താ പറയാ? ശ്വശൂരൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ശ്വശൂരനാണ് ഭാര്യയുടെ പിതാവ്. നെക്സ്റ്റ്, സഹോദരി പുത്രൻ. സോറി, തെറ്റിപ്പോയി, സഹോദരി എഴുതാൻ കിട്ടുന്നില്ല എനിക്ക്. ഓക്കെ, സഹോദരിയുടെ പുത്രീനെ നമ്മൾ ഭാഗിനേയി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സഹോദരിയുടെ പുത്രൻ എന്തായിരിക്കും? ഭാഗിനേയൻ. ഓക്കെ, ഭാഗിനേയൻ. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കേട്ടാ. നെക്സ്റ്റ്, അമ്മയുടെ അച്ഛൻ. ഇയാളെ നമ്മൾ എന്താ പറയാ? അമ്മയുടെ അച്ഛനെ മാതാമഹൻ എന്നാണ് പറയാട്ടാ. എന്താണ്? മാതാ. അപ്പൊ കിട്ടുമല്ലോ അല്ലെ? മാതാമഹൻ. ഓക്കെ, നെക്സ്റ്റ്, അച്ഛന്റെ അമ്മയാണെങ്കിലോ? അച്ഛന്റെ അമ്മേനെ എന്താ നമ്മൾ പറയാ? പിതാമഹി. അച്ഛമ്മ എന്നൊന്നും അല്ല കേട്ടോ എഴുതേണ്ടത്, പിതാമഹി എന്നാണ് പറയേണ്ടത്. പിതാമഹി. ഓക്കെ, ഇനി അച്ഛന്റെ അച്ഛനാണെങ്കിലോ? അച്ഛനും അപ്പൂപ്പനൊക്കെ വിളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അച്ഛന്റെ അച്ഛന് നമ്മൾ എന്ത് പറയണം? അതിന് നമ്മൾ അച്ഛന്റെ അച്ഛനാവുമ്പോ പിതാമഹൻ. ഓക്കെ, പിതാമഹൻ. മറ്റേത് പിതാമഹൻ. ഇത് മാതാമഹി. ഓക്കെ, നെക്സ്റ്റ്, സഹോദരിയുടെ ഭർത്താവ്. സഹോദരിയുടെ പുത്രനും പുത്രിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി സഹോദരിയുടെ ഭർത്താവിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം? സ്യാലൻ എന്നാണ് കേട്ടോ. സഹോദരിയുടെ ഭർത്താവിനെ വിളിക്കുക എന്താണ്? സ്യാലൻ. ക്ലിയർ. നെക്സ്റ്റ്, മകളുടെ മകനെയോ? മകളുടെ മകൻ എന്ത് വിളിക്കും? ദൗഹിത്രൻ എന്നാണ് കേട്ടോ വിളിക്കുക. ദൗഹിത്രനാണ് മകളുടെ മകൻ വരുന്നത്. അപ്പൊ നമ്മൾ 135 സഹോദരിയുടെ മകൾ ഭാഗിനേയി, മകളുടെ ഭർത്താവ് ജാമാതാവ്, പുത്രന്റെ പുത്രി പൗത്രി, ഭാര്യയുടെ പിതാവ് ശ്വശൂരൻ, സഹോദരിയുടെ പുത്രൻ ഭാഗിനേയൻ, അമ്മയുടെ അച്ഛൻ മാതാമഹൻ, അച്ഛന്റെ അമ്മ പിതാമഹി,
അച്ഛന്റെ അച്ഛൻ പിതാമഹൻ, സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ, മകളുടെ മകൻ ദൗഹിത്രൻ. അത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. ഒന്ന് ഇങ്ങനെ പ്രാസം ഒപ്പിച്ച് പഠിച്ചു നോക്കുക കേട്ടോ. ഇങ്ങനെ പാട്ട് പാടിയിട്ടും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നടക്കില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇത് കഴിഞ്ഞിട്ട് പഠിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. ആളുകൾ വിചാരിക്കും ഇവര് നമ്മളോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര സൈലന്റ് നേച്ചർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളെ നമ്മൾ കാണാറില്ലേ. അവരിങ്ങനെ എപ്പോഴും സൈലന്റ് ആയിട്ടിരിക്കും, പക്ഷെ അവർ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഓർക്കുമായിരിക്കും. വളരെ സക്സസ്ഫുൾ ആയ ആളുകൾ പൊതുവേ സൈലന്റ് ആവാനുള്ള കാരണം അതാ. കാരണം എന്താ, അവരിത് അവരുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, അത് റിപ്പീറ്റ് അടിച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഒക്കെയാണ്, റിവിഷൻ ഒക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതേപോലെ നിങ്ങളും ബാക്കിയുള്ള സമയങ്ങളിൽ ഇങ്ങനെ ആലോചിക്കുക, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ. ഓക്കെ, നെക്സ്റ്റ് പുത്രന്റെ ഭാര്യനെ നമ്മൾ എന്താ പറയാ? സ്നുഷ എന്നാണ് കേട്ടോ പറയാ. പുത്രന്റെ ഭാര്യ ആരാണ്? സ്നുഷയാണ്. ഓക്കെ, പുത്രന്റെ ഭാര്യ സ്നുഷ. നെക്സ്റ്റ് മകളുടെ മകളിന് എന്താ നമ്മൾ പറയാ? ദൗഹിത്രി. മകളുടെ മകനെ നമ്മൾ നേരത്തെ ദൗഹിത്രൻ എന്ന് പറഞ്ഞിരുന്നു. ഇത് മകളുടെ മകളാവുമ്പോ ദൗഹിത്രി. നെക്സ്റ്റ് അഭിജാതന്റെ ഭാവം. അതിനെ നമ്മൾ എന്താ പറയാ? ആഭിജാത്യം. അഭിജാതന്റെ ഭാവം എന്താണ്? ആഭിജാത്യം. ഓക്കെ, അഭിജാതന്റെ ഭാവം ആഭിജാത്യം. ക്ലിയർ? നെക്സ്റ്റ് അർത്ഥത്തോടുകൂടി. അതിനെ നമ്മൾ എന്ത് പറയും? സാർത്ഥകം എന്ന് പറയും. സാർത്ഥകം. ഓക്കെ, നെക്സ്റ്റ് ശ്രദ്ധയുള്ളവൻ. അതൊക്കെ കിട്ടൂട്ടോ. ശ്രദ്ധയുള്ളവനെ നമ്മൾ എന്താ പറയാ? ശ്രദ്ധാലു. ശ്രദ്ധയുള്ളവനാണ് ശ്രദ്ധാലു. ഓക്കെ, ശ്രദ്ധയുള്ളവൻ ശ്രദ്ധാലു. നെക്സ്റ്റ് പിശാചിനെ സംബന്ധിച്ചത് എന്തായിരിക്കും? പിശാചിനെ സംബന്ധിച്ചത് പൈശാചികം. പിശാചിനെ സംബന്ധിച്ചത് പൈശാചികം. ഒന്നും കൂടി താഴെ എഴുതണം. പിശാചിനെ സംബന്ധിച്ചത് എന്താണ്? പിശാചിനെ സംബന്ധിച്ചത് പൈശാചികം. ക്ലിയർ? പൈശാചികം. നെക്സ്റ്റ് ഉപേക്ഷിക്കാൻ കഴിയാത്തത്. എന്താണ് ഉപേക്ഷിക്കാൻ കഴിയാത്തത്? അനുപേക്ഷണീയം. ഓക്കെ, അനുപേക്ഷണീയമാണ് ഉപേക്ഷിക്കാൻ കഴിയാത്തത്. 145 എഴുതാൻ പോവാണ്. മറ്റാർക്കും ജയിക്കാൻ സാധിക്കാത്തവൻ. മറ്റാർക്കും അയാളെ ജയിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ആളെ നമ്മൾ എന്താ പറയാ? അജയ്യൻ. മറ്റാർക്കും ജയിക്കാൻ സാധിക്കാത്തവനെ നമ്മൾ എന്ത് പറയും? അജയ്യൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ പുത്രന്റെ ഭാര്യ സ്നുഷ, മകളുടെ മകൾ ദൗഹിത്രി, അഭിജാതന്റെ ഭാവം ആഭിജാത്യം, അർത്ഥത്തോടുകൂടി സാർത്ഥകം, ശ്രദ്ധയുള്ളവൻ ശ്രദ്ധാലു. കാണാനില്ലല്ലോ, പോയോ? ശ്രദ്ധയുള്ളവൻ ശ്രദ്ധാലു, പിശാചിനെ സംബന്ധിച്ചത് പൈശാചികം, ഉപേക്ഷിക്കാൻ കഴിയാത്തത് അനുപേക്ഷണീയം. പഠിച്ചു വെക്കണം കേട്ടോ. മറ്റാർക്കും ജയിക്കാൻ സാധിക്കാത്തവൻ അജയ്യൻ. ഓക്കെ, അപ്പൊ അത്രയും ഭാഗം ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. 145 ആയി. കുറച്ചും കൂടി ഒരു 5 കൂടി പറയാല്ലേ. ഒരു 150 നമുക്ക് നിർത്താം. ഇത് കഴിഞ്ഞ് മലയാളം വേഗം തീർത്തിട്ട് വേണം നമുക്ക് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള മലയാളം ടെക്സ്റ്റ് ബുക്കുകളിലൂടെ ഒന്ന് പോണം. കാരണം ഇപ്പൊ പല ടെക്സ്റ്റ് ബുക്കുകളും മാറിയിട്ടുണ്ടല്ലേ, 5, 7 അങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യണം. 146. ഓക്കെ, എന്താണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്? തനിക്ക് താൻ തന്നെ പോന്നവനെന്ന
അവസ്ഥ. തനിക്ക് താൻ തന്നെ പോന്നവൻ എന്ന അവസ്ഥ. അതിന് നമ്മൾ എന്ത് പറയും? അതിന് നമ്മൾ പറയാ താൻ പോരിമ എന്നാണ്. തനിക്ക് താൻ തന്നെ പോന്നവൻ എന്ന അവസ്ഥ താൻ പോരിമ. ഓക്കെ, നെക്സ്റ്റ്. ലോകത്തിൽ വിശ്രുതമായി തീർന്നത്. ലോകത്തിൽ വിശ്രുതമായി തീർന്നത്. അതിനെ നമ്മൾ എന്താ പറയാ? വിശ്വവിശ്രുതം എന്നാണ് കേട്ടോ പറയാ. വിശ്വവിശ്രുതം. ക്ലിയർ? നെക്സ്റ്റ്. വരാൻ പോകുന്നത് മുൻകൂട്ടി കാണുവാനുള്ള കഴിവ്. അതിനെന്താ പറയാ? വരാൻ പോകുന്നത് മുൻകൂട്ടി കാണുവാനുള്ള കഴിവാണ് എന്ത്? ദീർഘദർശിത്വം. ദീർഘദർശിത്വം. ക്ലിയർ? വരാൻ പോകുന്നത് മുൻകൂട്ടി കാണുവാനുള്ള കഴിവ് ദീർഘദർശിത്വം. നെക്സ്റ്റ്. ഞായർ പടിയുന്ന ദിക്ക്. അതിനെന്താ പറയാ? ഞായർ പടിയുന്ന ദിക്ക് പടിഞ്ഞാറ്. അതാണ് പടിഞ്ഞാറ്. ഞായർ പടിയുന്ന ദിക്ക് പടിഞ്ഞാറ്. 150. തർക്കശാസ്ത്രം പഠിച്ചിട്ടുള്ളവൻ. തർക്കശാസ്ത്രം പഠിച്ചിട്ടുള്ളവൻ. അതിനെ നമ്മൾ എന്ത് പറയും? താർക്കികൻ എന്നാണ് പറയാ. എന്താണ്? താർക്കികൻ. അപ്പൊ നോക്കൂ, തനിക്ക് താൻ തന്നെ പോന്നവൻ എന്ന അവസ്ഥേനെ നമ്മൾ എന്ത് പറയും? താൻ പോരിമ എന്ന് പറയും. ലോകത്തിൽ വിശ്രുതമായി തീർന്നതാണ് വിശ്വവിശ്രുതം. വരാൻ പോകുന്നത് മുൻകൂട്ടി കാണുവാനുള്ള കഴിവ് ദീർഘദർശിത്വം. ഞായർ പടിയുന്ന ദിക്ക് എന്താടോ? പടിഞ്ഞാറ്. തർക്കശാസ്ത്രം പഠിച്ചിട്ടുള്ളവൻ താർക്കികൻ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എത്ര വാക്കുകളാണ്? 150 വാക്കുകളിലാണ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത്. 150 എന്നത് ഒരു ചെറിയ സംഖ്യയല്ല. നമ്മള് സമാനപദം പറഞ്ഞിട്ടുണ്ട്, പദശുദ്ധി പറഞ്ഞിട്ടുണ്ട്, ഒറ്റപ്പദം, വചനം, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളാണ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഒരു 5 ടോപ്പിക്കെങ്കിലും നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മലയാളം സിലബസിൽ കവർ ചെയ്ത് കഴിഞ്ഞു. പ്ലസ് എക്സാമും നമ്മൾ അതിനകത്ത് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് PYQ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് പഠിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അതെടുത്ത് പഠിക്കുക. അതിപ്പോ ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂട്യൂബ് ചാനൽ ഏതാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഏതാച്ചാൽ അത് സെലക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക. പിന്നെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിന്നുണ്ടാവേണ്ട മോട്ടിവേഷനാണ്. എത്ര ആളുകൾ നിങ്ങളെ മോട്ടിവേറ്റ് ആക്കിയാലും അതിന് വളരെ കുറച്ച് ടൈമേ ആയുസ് ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആണ് ആയിരിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് എന്ത് മാർഗം, അതായത് നിങ്ങളുടെ ആ ലക്ഷ്യം ഭയങ്കര സ്ട്രോങ്ങും അത് നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ എത്താതെ നിങ്ങൾക്ക് വേറൊരു വഴിയില്ല എന്ന് തോന്നുകയും കൂടിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അവിടെ എത്തും. അതിന് നിങ്ങൾക്ക് ഏത് മാർഗമാണെങ്കിലും കണ്ടെത്താൻ പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് അത് ബോറടിക്കില്ല, നിങ്ങൾക്ക് ടയേർഡായിട്ട് ഫീൽ ചെയ്യില്ല, ഒന്നും തോന്നില്ല. നിങ്ങൾക്ക് അത് എങ്ങനെങ്കിലും അച്ചീവ് ചെയ്താൽ മതി എന്ന് മാത്രമാണ് തോന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഗോളായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ സെറ്റ് ചെയ്യുക. ഇനിയിപ്പോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് മാത്രമല്ല ഇനി PSC അതായത് ഗവൺമെന്റ് സെക്ടർ ആഗ്രഹിക്കുന്ന ആളുകൾ, അപ്പൊ അത് എടുക്കുക, നന്നായി പഠിക്കുക. എത്രയും കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ജോലിയിൽ കയറാൻ പറ്റണം. അതാണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. നമ്മൾ ഒരുപാട് കാലം പഠിക്കാൻ എല്ലാവർക്കും പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ എന്താ പറയാ ചരിത്രം സൃഷ്ടിക്കാനാണ് ട്രൈ ചെയ്യേണ്ടത് അല്ലെ. അതായത് നമ്മളുടെ സ്റ്റോറി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ വീട്ടമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഏതാളുകളും, അതായത് ഇപ്പോ ജോലി കിട്ടിയൊരു സേഫ് അല്ലെങ്കിൽ ജോലി കിട്ടാത്തൊരു ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അവരുടേതായ സ്ട്രഗിൾസിലൂടെ എല്ലാവരും പോകുന്നുണ്ടാവും. പക്ഷെ ആ സ്ട്രഗിളിനെ ഫോക്കസ് ചെയ്ത് അതിനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. പകരം നമ്മൾ നമ്മുടെ കരിയർ ആണെങ്കിലും
നമ്മുടെ ലൈഫാണെങ്കിലും എല്ലാം ഒരു പോസിറ്റീവ് വൈബിലേക്ക് ചിന്തിക്കാനും പോസിറ്റീവ് വൈബിലേക്ക് കൺവേർട്ട് ചെയ്യാനും ശ്രമിക്കുമ്പോൾ സക്സസിന്റെ സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തീരുമാനം ആവട്ടെ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെ നന്നായിട്ട് പഠിക്കാനും ഓർത്തെടുക്കാനും നല്ലൊരു ജോലി കിട്ടാനും ഒക്കെ എല്ലാവർക്കും പറ്റട്ടെ. നമ്മളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരമാവണു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.